എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 10, 11, 12 3 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. നിമി മഹാരാജാവിന്റെ ചോദ്യത്തിന് ചമസൻ എന്ന യോഗീശ്വരൻ മറുപടി പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവേഷു ശശ്വത്തനുഭൃത്സ്വസ്ഥിതം യഥാഹമാത്മാനമഭീഷ്ടമീശ്വരം വേദോപഗീതം ച ന ശൃണ്വതേ ബുധാ മനോരഥാനാം പ്രവദന്തി വാർത്തയാ. എന്ന് തന്നെയല്ല, എല്ലായ്പ്പോഴും എല്ലാ ശരീരങ്ങളിലും വസിക്കുന്ന ചൈതന്യം ഒന്നു തന്നെ എന്ന് ഉപനിഷത്തുകളിലൊക്കെ യുക്തിയുക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നിരതിശയമായിരിക്കുന്ന പ്രീതിയും ആത്മാവിൽ തന്നെയാണ്. ആത്മാവിനേക്കാൾ പ്രീതി ആർക്കും മറ്റു യാതൊന്നിന്മേലുമില്ല എന്ന് എല്ലാവർക്കും അനുഭവമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ആത്മാവായിരിക്കുന്ന ഈശ്വരൻ ഒരാളുണ്ട് എന്ന് കേട്ട ഭാവം കൂടിയില്ലാതെ സ്ത്രീ സേവ, മാംസഭോജനം, മദ്യപാനം ഇത്യാദി വിഷയങ്ങളിലുള്ള സംഭാഷണങ്ങൾ കൊണ്ട് തന്നെ കാലം കഴിക്കണം. അവര് മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും കഴിയുന്നതും വർജിക്കണം. സർവത്ര സമമായി സ്ഥിതനായിരിക്കുന്ന ഈശ്വരനെ അറിയണം എന്ന് ഉദ്ദേശിച്ചു പറയപ്പെട്ടിരുന്ന വേദവാക്യങ്ങൾ തങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് പ്രാണിഹിംസ മുതലായ ദുർവ്യാപാരങ്ങളിൽ രമിക്കണം. എല്ലാ ദിക്കിലും വ്യാപരിച്ചിരിക്കുന്ന ആകാശം എന്ന പോലെ ഈശ്വരൻ പ്രാണികളിലും വ്യാപിച്ചിരിക്കുന്നു. ആകാശത്തിൽ യാതൊന്നും പറ്റാത്തതുപോലെ പ്രാണികൾ ചെയ്യുന്ന ഗുണദോഷ കർമ്മഫലങ്ങളൊന്നും ഈശ്വരനെ ബാധിക്കുന്നില്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ മൂഢന്മാര് കേൾക്കുകൂടി ചെയ്യാതിരിക്കാൻ എന്ത് കാരണമാണ്? അതായത് അവർ ജഡം പ്രവർത്തിക്കുകയില്ല. ചൈതന്യമാണ് ലോകത്തെ ഭരിക്കുന്നത്. ആ ചൈതന്യം ഏതു വിധം ഇരിക്കുന്നു, ഒന്നോ പലതോ എന്ന പരമാർത്ഥം അറിയണം എന്ന ആലോചനയിൽ നിന്ന് ജനിക്കാവുന്ന വിവേകം ഇവർക്കില്ലാത്തത് കൊണ്ടാണ്. ലോകേ വ്യവായാമിഷമദ്യ സേവ നിത്യാസ്തു ജന്തോർനഹി ചോദന വ്യവസ്ഥിതിസ്തേഷു വിവാഹയജ്ഞസുരാഗ്രഹേരാസു നിവൃത്തിരിഷ്ട. ഈശ്വരനെ ഭജിക്കണം, ലൗകിക സുഖത്തില് അധിക താല്പര്യം വെക്കരുത് എന്നാണ് വേദവാക്യം ധരിപ്പിക്കുന്നത്. അതിന് വിപരീതമായി വ്യാഖ്യാനിക്കുന്നതും മനസ്സിലാക്കുന്നതും തെറ്റാണ് എന്ന് മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. കർമ്മത്തില് ജനങ്ങൾക്ക് താല്പര്യമുണ്ടാക്കി തീർക്കുന്ന വേദവാക്യങ്ങൾക്ക് ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാഞ്ഞാൽ മേൽപ്പറഞ്ഞ അർത്ഥത്തിൽ വിശ്വാസം ജനിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന വേദവാക്യങ്ങളുടെ ശരിയായ അഭിപ്രായം ഇവിടെ കുറച്ച് വിസ്തരിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ലോകത്തിൽ സ്ത്രീ സേവ, മാംസഭക്ഷണം, മദ്യപാനം ഇത്യാദികളെ എല്ലാ ജന്തുക്കൾക്കും ജനനം മുതൽക്ക് മനസ്സിൽ പ്രബലപ്പെട്ടു വരുന്ന രാഗവൃത്തിയാൽ തന്നെ നിത്യപ്രാപ്തമായിട്ട് കാണപ്പെടുന്നു. എല്ലാവർക്കും അത്. അതുകൊണ്ട് ആ വക വിഷയങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്നുള്ള വിഷയത്തിൽ പ്രേരണ ആവശ്യമില്ല. നിശ്ചയം അറിവില്ലാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതാണ് ശാസ്ത്രധർമ്മം. എല്ലാവർക്കും അറിവുള്ള വിഷയത്തെ പറ്റി പ്രമാണം ആവശ്യമില്ല. ഉറുമ്പ് മുതലായ ക്ഷുദ്രജീവികൾക്കു കൂടി സ്ത്രീ മുതലായ വിഷയങ്ങൾ സ്വീകരിക്കണമെന്ന പ്രബലമായ വിചാരമുണ്ട്. അതിനാൽ രാഗികളുടെ ആ വക വൃത്തികൾ ക്രമേണ ഇല്ലാതെയാക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് മുൻപ് പറഞ്ഞത് എന്ന് മാത്രം. അല്ലാതെ ആ വക വിഷയങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കാണിക്കാനല്ല. പശു, പക്ഷി മുതലായ താണജീവികളായിരുന്ന കാലത്തിൽ ഈ വക വിഷയങ്ങൾ യാതൊരു വ്യവസ്ഥയും കൂടാതെ തോന്നും പോലെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിലും അത് തന്നെ ആവർത്തിക്കുകയല്ല വേണ്ടത്. എന്നാൽ അനേക ജന്മങ്ങളിൽ പഴകിയ ഈ പ്രവൃത്തി പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കാനും കഴിയില്ല. ഈ വാസന ഉപേക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് പൂർണ്ണ സുഖം സിദ്ധിക്കുകയുമില്ല. അതിനാൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന വേദം ആ വക വിഷയങ്ങൾ സ്വീകരിക്കേണ്ടതിൽ ചില നിയമങ്ങൾ ഏർപ്പെടുത്തി. സ്ത്രീ വിഷയത്തിൽ താല്പര്യം സ്വതേ ഉണ്ടാകുന്നുവെങ്കിൽ
വിവാഹം ചെയ്യുക, ആ സ്ത്രീയെ മാത്രമേ സ്വീകരിക്കാവൂ. അന്യ സ്ത്രീയെ മനസ്സുകൊണ്ട് സ്മരിക്കുക പോലും അരുത്. സ്മരിച്ചാൽ തന്നെ മഹാപാപാണ്. മാംസഭക്ഷണത്തിൽ ആഗ്രഹം സ്വതേ ജനിക്കുന്നു എങ്കിൽ യാഗം ചെയ്യുക, അതിൽ ഈശ്വരനെ ആരാധിക്കുക. ഈ ദുർവാസനയെ നശിപ്പിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി ഈശ്വരനെ ആരാധിച്ച ശേഷം യാഗോച്ഛിഷ്ടമായ മാംസം മാത്രം ഭക്ഷിക്കുക. സുരാപാനത്തിന് താല്പര്യം ഏറി വരുന്നു എങ്കിൽ അതിനെ നിഗ്രഹിക്കാൻ അശക്തനായ പുരുഷനോട് സൗത്രാമണ്യം കഴിക്കാൻ വേദം കൽപ്പിക്കുന്നു. അതിനായി നിവേദിച്ച മദ്യം ചുളുകയിൽ ഒതുങ്ങുന്നത് മാത്രം സേവിക്കുക എന്നിങ്ങനെ വ്യവസ്ഥ വേദത്തില് പറഞ്ഞിട്ടുണ്ട്. ഈ മാതിരി വേദവാക്യങ്ങൾ ജന്മം മുതൽക്കേ ഉണ്ടായി വരുന്ന രാഗാതിവൃത്തികൾ നിമിത്തം അന്യായ മാർഗങ്ങളിൽ മൃഗങ്ങളെ പോലെ ചെന്ന് ചാടി ഹിംസാദി ഘോരപാപങ്ങൾ അടിക്കടി ചെയ്യാൻ ഉത്സാഹിക്കുന്ന അജ്ഞന്മാരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ വിവാഹാദികൾ കർത്തവ്യങ്ങൾ തന്നെ എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടവയല്ല. സ്ത്രീ മുതലായ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ അവയെ വർജിക്കണം എന്ന് തന്നെ ആണ് വേദത്തിന്റെ സാരം. ഉടനെ വർജിക്കാൻ ശക്തിയില്ലെങ്കിൽ ഋതുകാലത്തിൽ സന്തതിക്ക് വേണ്ടി മാത്രം ഭാര്യയെ സ്വീകരിക്കാം. അതുതന്നെ ഷഷ്ടി, അഷ്ടമി, പഞ്ചമി, ദ്വാദശി, ചതുർദശി ഈ ദിവസങ്ങളെ നിശ്ചയമായി വർജിക്കണം. പിതൃകടം തീർക്കാൻ സന്താനം വേണം. അതിനുവേണ്ടി ഗൃഹാസക്തനാവാം എന്നല്ലാതെ എപ്പോഴും ആ വിധം ഇരിക്കാൻ വിധിയില്ല. ഈ വിധിയെല്ലാം അവിരക്തന്മാരെ കുറിച്ചാണ്. ഭക്തിയും ജ്ഞാനവും ഉണ്ടായി വിഷയത്തിൽ താല്പര്യമില്ലാതിരിക്കുന്നവരെ കുറിച്ച് ഈ വിധി ഒന്നും പ്രവർത്തിക്കില്ല. യദഹരേവ വിരജേൽ തദഹരേവ പ്രവ്രജേൽ. വിഷയത്തിൽ നിന്ന് മനസ്സ് എപ്പോൾ മടങ്ങുന്നുവോ, താല്പര്യമില്ലാതായി വരുന്നുവോ, അപ്പോൾ ആ ദിവസം സന്യസിക്കണം. സന്യാസം സ്വീകരിക്കാൻ നല്ല മുഹൂർത്ത ദിവസം അത് തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ വിഷയത്തിൽ വളരെ താല്പര്യമുള്ളവർക്ക് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് മേൽപ്പറഞ്ഞ വാക്യങ്ങളുടെ ആന്തരാർത്ഥം. ധനം ച ധർമ്മൈകഫലം യദോ വൈ ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി ഗൃഹേഷു യുഞ്ജന്തി കളേവരസ്യ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം. സ്ത്രീസുഖം മുതലായ വിഷയസുഖങ്ങളെ കാക്ഷിക്കുന്നത് കൊണ്ടാണ് ഈശ്വരന്റെ തത്വം അറിയാത്തത്. ആ വിഷയത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ ഈശ്വര തത്വം അറിയില്ല. അറിവില്ലാത്തവർക്കും അറിവുണ്ടായി വരത്തക്ക വിധം ഈശ്വര സ്വരൂപം വേദത്തിൽ വിവരിച്ചിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അറിയില്ല എന്ന് മാത്രം. ധർമ്മം ചെയ്ത് മോക്ഷം സമ്പാദിക്കാൻ വേണ്ടി കരുണാനിധിയായ ഭഗവാൻ തന്നിരിക്കുന്ന ദേഹത്തെയും ആ ദേഹത്താൽ അധ്വാനിച്ചു കിട്ടുന്ന ധർമ്മഹേതുക്കളായ ധനാദികളെയും പ്രത്യക്ഷമായി കിട്ടുന്ന സുഖങ്ങൾ എന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന വിഷയ സുഖങ്ങളെ തന്നെ സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ജന്മം നിഷ്ഫലമായിട്ട് പോകുന്നു. ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ എന്ന ക്ലേശത്തോടു കൂടി നിമിരാജാവിനോട് പിന്നെ ഉപദേശിക്കുകയാണ്. ധനം ധർമ്മം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉത്കൃഷ്ട സാധനമാണ്. അതിനെ കേവലം ശരീരസുഖം പുഷ്ടിപ്പെടുത്താനും ഭാര്യാപുത്രാദികളെ പുലർത്താനും വേണ്ടി മാത്രം യാതൊരുത്തർ ചിലവ് ചെയ്യുന്നുവോ അവർ കേവലം അന്ധന്മാരാണ്. മുമ്പിൽ കിടക്കുന്ന സാധനങ്ങൾ കാണാൻ കഴിയാത്ത കുരുടന്മാർക്കും ഇവർക്കും തമ്മിൽ ഒരു ഭേദവുമില്ല. ധർമ്മത്തിന് ഇത്ര മുഖ്യത കൽപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ പൂജിക്കുക, ഭഗവത് പ്രീതിക്ക് വേണ്ടി പ്രാണരക്ഷാദി കർമ്മങ്ങൾ നടത്തുക എന്ന ധർമ്മത്തിൽ നിന്ന് പരോക്ഷവും അപരോക്ഷവുമായ ജ്ഞാനം ഉണ്ടാകുന്നു. വേദാന്ത വാക്യങ്ങൾ ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കാനും അവയുടെ അർത്ഥത്തെപ്പറ്റി ആലോചിക്കാനും ഇടവരുമ്പോൾ ഈശ്വരനുണ്ട് എന്നുള്ള ബോധമാകുന്ന പരോക്ഷജ്ഞാനം ഉണ്ടാകുന്നു. ഉടനെ തന്നെ ഈ ജ്ഞാനം ബലപ്പെട്ടു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവരൂപമായ അപരോക്ഷജ്ഞാനവും ഉറയ്ക്കുന്നു. ഈ ജ്ഞാന നിമിത്തം പ്രശാന്തി ഉണ്ടാകും. എപ്പോഴും വിഷയങ്ങളെ അന്വേഷിച്ചലയുന്ന മനസ്സിന് വിശ്രമിക്കാനുള്ള ഉത്കൃഷ്ട സ്ഥാനം ഇന്നതാണെന്ന് അറിയാൻ ഇടവരുമ്പോൾ എങ്ങും സഞ്ചരിക്കാതെ പരമസുഖം അനുഭവിച്ചുകൊണ്ട് ശാന്തരായിരിക്കാം. ഇങ്ങനെ പരമശാന്തി പ്രാപിക്കാൻ വേണ്ടി ധനാദികളെ ഉപയോഗിക്കാതെ കേവലം ശരീര പോഷണത്തിന് വേണ്ടി മാത്രം ചിലവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായാൽ ദോഷം എന്താണെന്ന് വെച്ചാൽ തടുക്കാൻ കഴിയാത്ത മരണം എന്നൊന്നുണ്ടല്ലോ. എത്ര രക്ഷിച്ചാലും ശരീരം നശിക്കാതിരിക്കില്ലല്ലോ. അതിനാൽ നിശ്ചയമായി നശിക്കുന്ന ശരീരത്തെ ലാളിക്കാനല്ല ധനം ഉപയോഗിക്കേണ്ടത്, നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാനായി ചെലവ് ചെയ്യണം. എന്നാൽ ഈശ്വരഭക്തിയും
ജ്ഞാനവും പ്രബലപ്പെട്ടു വരും. ഉടനെ പ്രപഞ്ചത്തിൽ നിന്ന് ഉപരതിയും സിദ്ധിക്കും. ഈ തത്വം ആലോചനയില്ലാത്തവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ കേവലം ദേഹത്തെ മാത്രം അഭിമാനിച്ചുകൊണ്ട് ഉത്കൃഷ്ട കാര്യസാധ്യത്തിനായി ചെലവ് ചെയ്യേണ്ട ധനാദികളെ നികൃഷ്ട വിഷയ സുഖപ്രാപ്തിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നത്. വേദാർത്ഥം അറിയാതെ വേദം പഠിപ്പിക്കുകയും തോന്നിയതുപോലെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണിത്. വിഷയങ്ങളെ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് തെളിയിക്കാൻ ഇനിയും ഒരു ശ്ലോകം ആരംഭിക്കുന്നു. കർമാദികളെ കുറിച്ച് വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ എന്തെങ്കിലും പ്രവർത്തിച്ച് മൃഗമായി തീരാതെ ഉത്കൃഷ്ട ജീവികളായ മനുഷ്യരെ വിഷയബന്ധത്തിൽ നിന്ന് ഉയർത്തിവിടുവാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ചെയ്യാൻ മാത്രമാണ് എന്ന് വേദത്തിൽ തന്നെ സ്പഷ്ടമായി കാണിച്ചിട്ടുണ്ട്. മദ്യപാനം ചെയ്യരുത്. പൂജിച്ച മദ്യം വാസനിച്ചാൽ മതി, അതാണ് ഉചിതം. മന്ത്രം ഉച്ചരിച്ചു ദേവതകളെ ഉദ്ദേശിച്ചു മാത്രമല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി ഹിംസിക്കരുത്. സ്ത്രീ സംഘം പുത്രോൽപത്തിക്ക് വേണ്ടി മാത്രമല്ലാതെ രതിസുഖത്തിന് വേണ്ടി സ്വീകരിക്കരുത് എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിഷയാശ കൊണ്ട് കണ്ണു കാണാതെ അന്ധാളിച്ചു കൊണ്ടിരിക്കുന്ന അവിവേകികൾ ഇതാണ് വേദസിദ്ധാന്തമെന്നും ക്രമേണ വിഷയങ്ങളെ ഉപേക്ഷിച്ച് സ്വതന്ത്രന്മാരായ ആത്മാവിനെ അറിഞ്ഞ് ആനന്ദിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ ആചരിക്കുന്നതാണ് സ്വധർമ്മമെന്നും അറിയുന്നില്ല. മനോരഥത്തെ അനുസരിച്ച് വേദവാക്യത്തെ വ്യാഖ്യാനിക്കുന്നു. മാംസഭക്ഷണത്തിന് വേണ്ടി യാഗവിധി, രതിസുഖത്തിന് വേണ്ടി സ്ത്രീസേവ എന്നിങ്ങനെ വിപരീതമായി ധരിച്ച് സ്വധർമ്മത്തിൽ നിന്ന് തെറ്റി കീഴ്പോട്ട് വീണ് നശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സംഗതികൾ പ്രതിപാദിക്കാൻ അടുത്ത ശ്ലോകം ആരംഭിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.